ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത പെൺകുട്ടികളുടെ ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഞാനിതിലൊരു 4 രീതികൾ പറയുന്നുണ്ട്, സ്വഭാവ രീതികൾ പറയുന്നുണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് നിങ്ങളെ ഇഷ്ടമാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സ്വഭാവ രീതികൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ചിലപ്പോൾ അവർ തിരക്കിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എത്ര ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര ഓൺലൈനിൽ കയറി കഴിഞ്ഞാലും അവരുടെ മെസ്സേജ് നോക്കുക, റിപ്ലൈ കൊടുക്കുക, ഇതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നീട് അവർ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താ നോക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാറ്റ് എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവരിപ്പോൾ കയറിയിട്ടുള്ളതിൻ്റെ തൊട്ട് മുന്നത്തെ ടൈമായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവുക നമ്മുടെ ലാസ്റ്റ് സീന്. അങ്ങനെ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുന്ന വിഷമം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതായത് അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, ഈ രീതിയിലൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടമല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാളെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് റിലേഷൻഷിപ്പാണ്, മീൻസ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു ഇഷ്ടക്കേട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ മോശമായിട്ട് ബാധിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതായത് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്ലൈ കൊടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഓൺലൈനിൽ കയറുന്നത് ആ ടൈമിൽ അവർക്കുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്ന സ്വഭാവമാണെങ്കിൽ അത് ഒരു ആൺകുട്ടികൾക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം. ഇതും ഒട്ടുമിക്ക ആളുകളും നമ്മൾ കാണുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വളരെ കോമഡി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ കളിയാക്കിയിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് കേട്ട പാടെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് പിന്നീട് അവരോട് അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഒട്ടുമിക്ക പെൺകുട്ടികളും ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എല്ലാ ആൺകുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവുക അവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുന്ന പെൺകുട്ടികളായിരിക്കും. കുറച്ച് മെച്യൂരിറ്റി ഉണ്ടാവണം, അതേപോലെ തന്നെ കുറച്ച് കുട്ടിത്തമുള്ള കുട്ടിയായിരിക്കണം എന്നൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജോക്കാണ് എന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ എടുക്കാതെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതൊരു പ്രശ്നമാക്കി മാറ്റുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സ്വഭാവ രീതിയും ആൺകുട്ടികൾ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതി തന്നെയാണ്. ദെൻ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും അവരായിരിക്കും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അവർക്ക് മെസ്സേജ് അയക്കുന്നില്ല, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, കാണാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നില്ല, ഈ രീതിയിലൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മീൻസ് അവരാണ് നിങ്ങളെ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കുന്നത്, അതേപോലെ തന്നെ കാണാനായിട്ടാണെങ്കിലും അവരാണ് ഇങ്ങോട്ട് വരുന്നത്, മെസ്സേജ് അയക്കുന്നത് അവരാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കത് വളരെയധികം ബോറിംഗ് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ കാണിക്കുന്നില്ല, പെരുമാറുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഞാനാണല്ലോ എപ്പോഴും ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നത്, അവൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യണില്ല, അതെന്താ അവൾ ഇങ്ങനെ പെരുമാറുന്നത്, അവൾക്ക് എന്നോട് ഇഷ്ടമല്ലേ, ഈ രീതിയിലൊക്കെ അവർ ചിന്തിച്ച് തുടങ്ങും. അപ്പം ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോഴും അവർക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിലേക്കായിരിക്കും അവസാനം എത്തി നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടുപേരുടെ ഭാഗത്തുനിന്നും സെയിം എഫേർട്ട് ആയിരിക്കണം ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാവേണ്ടത്. സോ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ പരസ്പരം കാണാനുള്ള ഒരു സമയമെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഒരു എഫേർട്ട് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്വന്തം കാര്യം നോക്കി പോകുന്ന സ്വഭാവം. ഇത് കുറച്ച് പെൺകുട്ടികൾ കാണാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മീൻസ് നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന പയ്യനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ കാണുകയാണ്. ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇവരെ ഒറ്റയ്ക്കാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്, പോയിട്ട് പിന്നെ ഫുൾ ടൈം അവരുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഇവരവിടെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ എന്തിനോ വന്നു എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ വഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പബ്ലിക് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവരെ അവിടെ നിർത്തിയിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോവുകയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ പെരുമാറുക എന്ന് പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. ഒരിക്കലും അവർ സ്നേഹിക്കുന്ന പെൺകുട്ടികളിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത്
അതായത് സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകുക, അതേപോലെ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും സ്വഭാവ രീതികൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒന്ന് മാറ്റുക. ഇനിയിപ്പോൾ നിങ്ങൾ നിലവിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിനിപ്പോൾ അവൻ എന്നെ ഇഷ്ടമല്ല, എന്താണെന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് ഉള്ളത് എന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കി അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്